ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് നല്ല അയലക്കണ്ണി, നല്ല കുറുകിയ അയലക്കണ്ണി അത് സെറ്റാക്കി എടുക്കുന്നതാണ്. നമുക്ക് എങ്ങനെ അത് വയ്ക്കാമെന്ന് നോക്കാം. നല്ല ചോറിൻ്റെ കൂടെ നല്ല കിടിലനായിട്ട് നമുക്കൊരു അയലക്കണ്ണി കറിയും അച്ചാറും മീൻ വറുത്തതൊക്കെയായിട്ട് നമുക്ക് കഴിച്ചാലോ. നമുക്ക് നോക്കാം എങ്ങനെയാണ്. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ അയലക്കണ്ണിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ പീസാക്കി നുറുക്കി നല്ല ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, ഫിഷ് മസാല ഇത് മൂന്നും കൂടി മിക്സാക്കി ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അത് മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഫിഷ് മസാല 1.5 ടേബിൾ സ്പൂണാട്ടോ. അതിങ്ങനെ എടുത്ത് മൂന്നും കൂടി മിക്സാക്കി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പം അത് നല്ല ടേസ്റ്റാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചട്ടി എടുത്ത് വെച്ചേക്കാണ്. നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ. അപ്പോൾ ആദ്യമായി കാണുന്നവർ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വരാം. പല പല ടൈപ്പിലുള്ള മീൻ കറി, അതുപോലെ പല പല ഫുഡ് ഐറ്റംസ്, അങ്ങനെ എല്ലാം നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി. ഓക്കെ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാൻ വളരെ പയ്യാണ് ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് തുടക്കക്കാരെ ചെറിയ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. സവാള, അങ്ങനെ ഒരു സവാള, ഇടത്തരം ഒരു സവാള വേണം. പിന്നെ അതുപോലെ വെളുത്തുള്ളി ഒരു ഇതള് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റായിട്ടുള്ളത്. പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം. പിന്നെ നമുക്ക് വേണ്ടത് കുഞ്ഞുള്ളി ഇട്ടാൽ നല്ലതാട്ടോ. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ നല്ല ബെറ്റർ ആയിരിക്കും. പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇങ്ങനെ ഐറ്റംസാണ് വേണ്ടത്. ഇനി നമ്മൾ ഈ കറിവേപ്പില ഇവിടെ വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. ഓക്കെ. കറിവേപ്പില ഒന്ന് മൂത്ത് റെഡിയായി. അപ്പോൾ നമുക്ക് ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇടണ്ട. നമ്മളൊരു നുള്ളൊരു കൈക്ക് പിടിക്കാവുന്നൊരു നുള്ള് ഇട്ടാൽ മതി. ഒരുപാട് ഇടേണ്ട കാര്യമില്ല അതിലേക്ക്. നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് കരിയരുത് ഉലുവ കേട്ടോ. ഉലുവ കരിയുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത പരിപാടി നമുക്ക് തുടങ്ങണം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഉള്ളത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ പീസാക്കി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് അതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അതിൻ്റെ നല്ല പച്ചമണം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഒരു ഇടത്തരം സവാള, അതുപോലെ ഒരു 3-4 പച്ചമുളക് കീറിയിട്ടതാണ് ഇട്ടേക്കണം കേട്ടോ. നമ്മളത് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്ത് നീളത്തിന് അരിഞ്ഞേക്കണേ. ഇച്ചിരി കൊഴുപ്പ് പോലെ കിട്ടാൻ വേണ്ടിയാണ് നീളത്തിന് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അരിയാം. ചെറിയ പീസാക്കി അരിയാം. ഉണ്ടോ. ഇനി നമ്മളതൊന്ന് വരളാൻ വേണ്ടി വെച്ചു. ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോൾ അത് സെറ്റായി കിട്ടും. ഒരുപാട് കരിയാൻ പാടില്ല കേട്ടോ. ഈ സവാളയും അതുപോലെ പച്ചമുളകും ഒരുപാട് കരിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് കരിഞ്ഞതിന് മുമ്പ് റെഡിയാക്കണം. എടുത്തു. ഇനി നമ്മളിതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1.25 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി റെഡിയാക്കി അതിൻ്റെ ഒരു പച്ചമണം പോകണം. ഈ മഞ്ഞൾപ്പൊടിയുടെ ഒരു ചെറിയൊരു സ്മെല്ലുണ്ട്. അത് പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മളടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടാം. അത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഫിഷ് മസാല. ഇത് 3 മിക്സാട്ടോ. മഞ്ഞൾപ്പൊടിയാണ് ഇതിൽ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. 1.5 ടീസ്പൂൺ ഇടുവാണെങ്കിൽ ഇച്ചിരി ഇത് കിട്ടും. ഇത് ഇച്ചിരി നല്ല വീട്ടിൽ പൊടിച്ച് വെച്ചേക്കണ മഞ്ഞൾപ്പൊടിയായിരുന്നു. അതാണ് അത്ര ഇട്ടത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇച്ചിരി ഇങ്ങോട്ടും ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും, ബെറ്ററായിരിക്കും. അത് നമ്മളതിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കുക. ഇത് വറുത്ത് വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഒരുപാട് നേരം ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളമായിരുന്നു, അപ്പോൾ ചൂടാറിപ്പോയി. നല്ല തിളച്ച വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ബെറ്ററായിരിക്കും. നമുക്ക് ഒരുപാട് നേരം ഒന്നും വെയിറ്റ് ചെയ്യണ്ട. അതിലേക്ക് നമുക്ക് ഈ വെള്ളം ഒഴിച്ചൊരു പാകം നമുക്ക് അറിയാമല്ലോ. ആ മീനിൽ ജസ്റ്റ് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് റെഡിയാക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി കുടംപുളി ഇട്ട് കൊടുക്കണ്ടോ. ഒരു 2-3 പീസ് കുടംപുളി ഇട്ട് കൊടുക്കുക. കുടംപുളി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ലൈക്കും ചെയ്യണേ, ഷെയറും ചെയ്യണേ. നമുക്ക് നല്ല നല്ല വീഡിയോസ് ഇടാം. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതൊന്ന് മൂടി വയ്ക്കണം. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊരു
ഓരോരുത്തർക്കും ഒരു ഇതുണ്ടല്ലോ, അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഉപ്പ് കൂടുതൽ വേണ്ടവർ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം മീനിലേക്ക് പിടിക്കേണ്ട, അപ്പോൾ ഇച്ചിരി ഉപ്പും ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കണം, എന്നാലാണ് നമുക്ക് ഫിഷിലേക്ക് പിടിക്കുകയുള്ളൂ. നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. നല്ല തിളച്ച് സെറ്റായി വരുമ്പോൾ നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് തിളച്ച് വരട്ടെ, നമുക്ക് മൂടി വയ്ക്കാം. ചൂടുവെള്ളം കഴിച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് കൊണ്ട് നല്ല തിളച്ച് വരും. ഇതിപ്പോൾ 5 മിനിറ്റ് എടുക്കും. ഇപ്പോൾ നല്ല തിളച്ചിട്ടുണ്ടാകും, നല്ല തിളച്ച് മറിയുക അത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം ഇട്ട് കൊടുക്കണം. നമ്മുടെ അയലക്കണ്ണി അങ്ങ് ഇട്ട് കൊടുക്കാം, നമ്മൾ സെറ്റാക്കി എടുക്കാം. നമ്മളെപ്പോഴും മീൻകറി വയ്ക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ എടുത്ത് കഴിക്കരുത്. നമ്മൾ കുറച്ച് നേരം ഒരു 2-3 മണിക്കൂറൊക്കെ വയ്ക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതിലേക്ക് ഉപ്പും മസാലയൊക്കെ പിടിക്കണമെങ്കിൽ ഒരു മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും വേണം. നമ്മൾ ഓടി എടുത്ത് കഴിക്കാൻ നോക്കിയാൽ നമുക്കതൊരു മീനായിട്ടൊരു ബന്ധം കിട്ടില്ല. അതാണ് എപ്പോഴും നമ്മൾ മീൻകറിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മളതിൻ്റെ ചൂടിക്ക് നാറിക്കഴിഞ്ഞ് എടുത്ത് നോക്കി എന്താ ടേസ്റ്റ് എന്നറിയാം മീൻകറിക്ക്. ഞാൻ ലാസ്റ്റ് അതിൻ്റെ ഇത് ഫോട്ടോയോ വീഡിയോയോ കാണിച്ചു തരാം. നമുക്ക് നല്ല കളർ, നല്ല അടിപൊളിയായിട്ടാണ്. ഇതിൻ്റെ തന്നെ തുടക്കം ഇരിക്കേണ്ട മീൻകറി ഉണ്ടാക്കിയതിൻ്റെ ലുക്ക്. നമ്മളൊരു 3 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കണം, ഓഫ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടിരിക്കും ഗ്രേവി. മീൻ അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് എടുത്തിടുക. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ആ ഫ്ലെയിമിൽ തന്നെ ആയിട്ട് നമ്മൾ തീ കുറച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മീൻ പൊട്ടിപ്പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉടഞ്ഞു പോവും. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇച്ചിരി മീൻ വറുത്താലോ അയലക്കണ്ണി, അത് വില ഇതൊന്നുമില്ല, ചുമ്മാ അതിൻ്റെ ഇടയ്ക്ക് കാണിച്ചു തരുന്നതാണ്. ഇച്ചിരി മഞ്ഞൾപ്പൊടി നമ്മൾ ആ ഫിഷ് മസാലയൊക്കെ ഇട്ട് ഒന്ന് തിരുമ്മി റെഡിയാക്കി വയ്ക്കാം. നമുക്ക് ഈ ചോറിനൂടെ കഴിക്കാനുള്ളതാണ്. ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുത്തു, അടിപൊളിയായിട്ട് സെറ്റാക്കി നമുക്ക് ഇതങ്ങ് മാറ്റി വയ്ക്കാം. അതിലേക്ക് ചെറിയ പീസാക്കിയതാട്ടോ. അപ്പോൾ ഈ മീൻകറിയുടെ ഒപ്പം നമുക്കൊരു മീൻവറുത്തൊക്കെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണല്ലോ. ഇനി അതിലേക്ക് ഇച്ചിരി ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതിൽ മുളക് പൊടി, ഫിഷ് മസാല, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരുമ്മി റെഡിയാക്കി അത് മാറ്റി വയ്ക്കും. മീൻകറി ഒരു അരമണിക്കൂർ ഇത് വച്ചതിന് ശേഷം നമ്മളെടുത്ത് വറുത്ത് റെഡിയാക്കണം. അത് വീഡിയോ കാണിക്കുന്നില്ല. നമുക്ക് ഇപ്പോൾ ഈ മീൻകറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെയ്ത് പോകുന്ന പരിപാടിയാണ് അത്, ഉച്ചക്കത്തേക്കുള്ള. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നല്ല സെറ്റായി, നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് മീൻ. നല്ല അടിപൊളി. ഓരോ പീസിലേക്ക് നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മീൻകറി അവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഒരുപാട് നേരം ഒന്നും വേണ്ട, ഒരു 10-15 മിനിറ്റ് മീനൊന്ന് സെറ്റായി കിട്ടിയാൽ മതി, അടിപൊളിയാവും. മീൻ വറുത്തതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടി നമ്മൾ തിരുമ്മി റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് നമ്മുടെ മീൻകറി എങ്ങനെയായി നോക്കിയാലോ പോയി. തിളച്ച് വന്നായിരുന്നു. ഇനി നമ്മൾക്ക് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, പച്ച വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം. റെഡി ആയിരുന്നു. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് മീൻകറി. ഓരോ പീസും നല്ല കിടിലനായിട്ട് വന്നേക്കണേ ഉണ്ടോ. മീനിക്ക് വെന്ത് അടിപൊളിയായി. ഇനി ഇതൊരു 1 മണിക്കൂർ 2 മണിക്കൂർ ഒന്ന് അടച്ചു വെച്ചേക്കുവാണെങ്കിൽ നല്ല സെറ്റായിക്കോളൂ കേട്ടോ. നല്ല അടിപൊളിയായിരിക്കും. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ മീൻകറി എങ്ങനെയാണ് ലാസ്റ്റ് വന്നതെന്ന്. നല്ല കിടിലനായിട്ട് കിട്ടി. നമ്മൾ കുറേ നേരം തണുത്തി കഴിഞ്ഞുകൊണ്ട് മീനും ഇതെല്ലാം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ല അടിപൊളി അയലക്കണ്ണി മീൻകറി വെച്ച് നല്ല കിടിലനല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓരോ പീസും നല്ല അല്ലെങ്കിൽ പുളിയും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി കറിയാണ്. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ബൈ ബൈ.